ഇപ്പോൾ ലോകകപ്പ് നേടിയ സ്പെയിനെ അഭിനന്ദിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്പെയിൻ ലോക ഫുട്ബോളിൽ തങ്ങളുടെ മികവ് ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി അഞ്ജു കൂടി ചേരുന്നുണ്ട്. അഞ്ജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അവന്തിക. അഞ്ജു, അങ്ങനെ ഇന്നലത്തെ കളിയിൽ സ്പെയിൻ കപ്പടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്പെയിനെ അഭിനന്ദിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, അതായത് സ്പെയിൻ ലോക ഫുട്ബോളിൽ തങ്ങളുടെ മികവ് ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ലോകകപ്പ് വിജയികളായി മാറിയ സ്പെയിന്റെ രണ്ടാം കിരീടമാണ്. ആ നേട്ടത്തിൽ സ്പെയിൻ ടീമിന് ഒരു അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയ സ്പെയിൻ ടീമിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനം എന്നാണ് അദ്ദേഹം ആ പോസ്റ്റിൽ ആദ്യം തന്നെ കുറിച്ചിരിക്കുന്നത്. ടൂർണമെന്റിൽ ഉടനീളം മികവുറ്റ പ്രകടനവും അതുപോലെ തന്നെ ആകർഷകമായ ഫുട്ബോളും കാഴ്ചവെച്ച് അർഹതയ്ക്കുള്ള ലോകകപ്പ് കിരീടം തന്നെയാണ് സ്പെയിൻ സ്വന്തമാക്കിയതെന്നാണ് ലോക ഫുട്ബോളിൽ അവർ പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവസാനം വരെ ഈ ഫൈനൽ വരെ പോരാട്ട വീര്യത്തോടുകൂടി മുന്നേറിയ അർജന്റീനൻ ടീമിനും എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. കാരണം അവരും മികവുറ്റ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതിനൊക്കെ അപ്പുറം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ വിജയപരാജയങ്ങൾക്കപ്പുറം കായിക മികവും സൗഹൃദവും ഐക്യവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഓരോ ലോകകപ്പും. അതുകൊണ്ട് തന്നെ ഈ ലോകകപ്പും ആരാധകർക്ക് അടുത്ത ഓരോ ലോകകപ്പിലും ഈ ലോകകപ്പ് വലിയൊരു ഓർമ്മകൾ തന്നെയായിരിക്കും. ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ ഈ ഫലസ്തീൻ വിഷയം അടക്കം ലോകകപ്പ് വേദിയിൽ പലപ്പോഴും ചർച്ചയായിരുന്നു. അത്തരത്തിൽ വലിയ ഓർമ്മകൾ തന്നെ നൽകുന്ന ഒരു ലോകകപ്പാണ് കഴിഞ്ഞു പോകുന്നത്. എന്തായാലും ഫൈനലിൽ വിജയിച്ച് രണ്ടാം കിരീടവുമായി നാട്ടിലേക്ക് മടങ്ങുന്ന സ്പെയിന് അഭിനന്ദനം അറിയിക്കുന്നതിനൊപ്പം തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അവന്തിക. ശരി, അഞ്ജു ആണ് വിവരങ്ങൾ നൽകിയത്.